എലിയെ കണ്ടാലേ പേടിച്ചോടുന്നവനെ ഇവനെ എന്തൊക്കെയോ പറയുന്നു. അയ്യോ എന്തായി പറയുന്നത്? അവനൊന്നും അറിഞ്ഞൂടാത്തൊരു പാവ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. ആരാണ് നീ? ഇന്നലെ കൂടെ പറഞ്ഞോളൂ പുള്ളി ഇനി ഏത് പടം ചെയ്താലും നമുക്ക് പുള്ളി ബാഹുബലിയാ. സത്യം. അയ്യോ അല്ലേ, ബോൺ ഫോർ ക്യാരക്ടർ എന്ന് പറയല്ലേ, അതാണ് സാധനം. അത് എന്റെ പൊന്നോ. സലാർ ബ്രോ ഇല്ല ബ്രോ, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഇത് തന്നെ. സലാർ ഒന്നുമല്ല, സലാർ കൊള്ളാം, പക്ഷെ എനിക്ക് ഇത് തന്നെ എന്റെ ഫേവറേറ്റ്, പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടർ ഇതാ, അമരവിള ചന്ദ്രബോസ്. ഈ പി ആർ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഗൈസ്. എന്തൊരു കഷ്ടം എന്ന് പറ. എന്ത് പറഞ്ഞാലും അതിപ്പോ ലാസ്റ്റ് ചന്ദ്രനിലെത്തും. അറ്റൻഷൻ സീക്കർ ഫുണ്ട അമ്മനോടെ ചന്ദ്രബലി. അമ്പട കേമ സണ്ണി വെച്ച ലാലൻ തിലക് ജി മാസ്മരിക സീൻ. ये तो कष्ट हो गया. എവിടെ വെച്ചാണെന്ന് ഭൂലിക്കയാ. എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है. तिरमेनी भूल गया हम दोनों अमेरिका में. बाप रे सन्नी. हाँ. अम्बट केमा सन्नी बच्चा. तुमने मुझे पतिचूटो है. ये क्या സാധനമാണ് ഇതൊക്കെ. അടിപൊളി അടിപൊളി, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. But be careful, because if you blink, you might miss it. Are you ready? 3, 2, 1. ബാക്കിൽ പോയി, ബാക്കിൽ പോയി. ഞാൻ കണ്ടു. ബാക്കിൽ പോയിരുന്നത് നീ കണ്ടായിരുന്നാ? അങ്ങനെ തന്നെ അതിന്റെ Did I tell you സീക്രട്ട്. I did it? Yes, yes, please. I will do this again. But this time, I will wear with this reflective jumpsuit. Then you can witness how I go from point A, the chair, to point B, right here. Are you ready? 3, 2, 1. ട്വിൻസ് ആണ് ഇതൊക്കെ ട്വിൻസ് രണ്ടായിരുന്നൂടെ. എടാ, ട്വിൻസ് ആണ് ഉറപ്പാ. എടാ, ഒരു കഴിവില്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം, അത് നമുക്ക് പറ്റുള്ളൂ. അതൊരു പോയിന്റ് ആണ്. എടാ, ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലല്ലടാ ചെന്ന് കാണിക്കണം. അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാലും ടൈമിംഗ് മാറ്റേഴ്സ് ബ്രോ. എന്നാലും അത് എങ്ങനെയായിരിക്കും? എന്റെ അമ്മോ, ഡ്യൂപ്ലിക്കേറ്റ് പോലെ. ഭയങ്കര സൗണ്ട് കൂടുതല്. ഇതെന്താ? ഇല്ല ഇല്ല,
പുതിയതെന്തിനാ? എന്റെ അമ്മോ. എത്ര കോളാണ് അവരുടെ പുള്ളിക്ക്. അയ്യോ പുള്ളിയെ ചില ആൾക്കാർ വിളിച്ച് ഈ ഇതാക്കി ട്രിഗർ ചെയ്യിപ്പിച്ച് പറയിക്കണതാട്ടാ ഇത് സത്യം പറഞ്ഞ. ഇത് മുകേഷിനെ ചേട്ടാ, മുകേഷിനെ മിഥുന്റെ ഒരണ്ടി റിയാക്ട് ചെയ്യല്ലേ? നമ്മളതൊക്കെ ബോർഡായി അവിടെ. അല്ല ഡിസ്കോഡിൽ വല്ലതും വന്നാലും റിയാക്ട് ചെയ്യലെന്ന് പറഞ്ഞേ. ചെറുതേട്ടാ ആ റേജ് വേജ് പയ്യനെ ഒന്നും മൈൻഡ് ചെയ്യരുത്. ചെയ്യണ്ട. എടാ ഞാൻ രാത്രി യൂട്യൂബിൽ ഇട്ടേക്കാം, സെർച്ച് ചെയ്താൽ മതിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എടാ ഞാൻ കേട്ട് നോക്കാം. ഇനിയിപ്പം ഡിസ്കോഡ് ഒന്നും ഇതൊന്ന് നോക്കിയിട്ട് കേൾക്കാം. അല്ലെങ്കിൽ നീ ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. ഇപ്പൊ ഫുള്ള് ഇതാണല്ലേ, ഇത് ഈസി ആയിട്ട് ചെയ്യാല്ലേ. ഇത് പ്രോംപ്റ്റ് അല്ലേ? ഇത് പ്രോംപ്റ്റ്. ഇന്ന് ജി ലൈവിൽ അവര് ഇത് ചെയ്തിട്ടുണ്ട്. ഇതെന്താ അതൊക്കെ എന്താ ഞാൻ കണ്ടത് ഇപ്പോ? Alcohol can't make you happy. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിരുന്നെങ്കിൽ അടിപൊളി വീഡിയോ ആയിരുന്നു. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ഇതൊക്കെ കാണിക്കാൻ കണ്ട. എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. കണ്ടാ, എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. ആരാ പറയുന്നത് ബ്രോ? ഞാൻ കുടിക്കും, പക്ഷെ ഞാൻ ഇത് പബ്ലിക്കിൽ വന്നിരുന്നു ഞാൻ ഇത് ചെയ്യത്തില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം. ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അത് ചെയ്യത്തില്ല. അടിച്ച് മറ്റേ ചത്തപ്പച്ചയായിട്ടിരിക്കുന്നത് തൊട്ടുപോലെ കണ്ടില്ല. ഇത് ദിലീപ് ദിലേശൻ. ഇതൊക്കെ എന്റെ പേഴ്സണൽ സ്പേസാ. അത് ആരൊക്കെയോ ഫോട്ടോ എടുത്തിട്ടാണ്, മനസ്സിലായ? ഓളന്മാരല്ലേ ഇതൊക്കെ. നമ്മുടെ ആഘോഷം. നമ്മൾ ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യാറില്ല, മനസ്സിലായ? സിംഗിൾ പ്രിന്റ്, ഒറ്റ പീസ്. ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ ജോക്കി? ഈ സാധനം ഇന്നലെ ലൈവ് കാണിച്ചപ്പോ ഇത് വിറ്റുപോയി. ഒരാൾ മേടിച്ച് പൈസ എടുത്ത് മേടിച്ചെന്റെ പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരു പയ്യനാ. ഉടനെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരു വിലയൊക്കെ പറഞ്ഞു ഇതൊക്കെ വിറ്റ്. പിന്നെ ഇത് തലപ്പാ നോക്കിയോ? അതാ 3D പ്രിന്ററാ. ഞാൻ പറഞ്ഞു കണ്ണാടി വരണ്ട. ഇത് കണ്ടാ എങ്ങനെയുണ്ട്? ഒരു ജെറ്റിനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജോക്കി എന്റെ കുറച്ച് ഫിലമെന്റ് കളേഴ്സ് എന്റെ കയ്യിൽ ഇല്ല ജോക്കി. ഞാൻ എല്ലാം ഓർഡർ ചെയ്തേക്കോ, വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ സംഭവം ഇതൊക്കെ എന്ത് കൊള്ളാട്ടാ. ഇതൊരു 12 മണിക്കൂറത്തെ പ്രിന്റാ ഏകദേശം. ഒരു അതാരെന്നറിയോ ജോക്കി? എന്താ, നിങ്ങൾ ഇൻട്രോവേർട്ടിന്റെ ജസ്റ്റ് പ്രോപ്പർ ഒരു സാധനം ഉണ്ടോ ഗൈസ്? ഞാനും വൈഫും കുഞ്ഞും നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയോടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഏകദേശം ഞാൻ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:45 ആയപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് 8 മണിക്കാണ്. 8 മണി വരെ എന്നെ ഒരു കോള് പോലും വിളിക്കാതെ വീടിന്റെ മുമ്പിൽ അങ്ങനെ നിന്നു. എന്നിട്ട് ഞാൻ വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ വന്നത്? താഴത്തിന് ഇരിക്കുക, അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, നീ അല്ലെ ചേട്ടൻ ഫ്രീ ആവട്ടെന്ന്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവൻ. എന്നിട്ട് ജോക്കി ലൈവ് വരുന്നു കഴിയുന്നവരെ ഈ കട്ടിലേല് ചുമ്മാ ഇരുന്ന് സൈഡില്. എന്നിട്ട് രാത്രിയായപ്പോ വീണ്ടും പോയി. നമ്മുടെ മോഡറേറ്ററാ പയ്യൻ. അപ്പൊ ലൈവ് കഴിഞ്ഞിട്ട്, ചേട്ടാ എനിക്ക് ധൃതി ഉണ്ട്, ഞാൻ കുറെ നേരം കൊണ്ട് പറയാൻ നോക്കുമായിരുന്നു. പറയാ ഞാൻ പോവാന്ന്. ഇൻട്രോവേർട്ടിന്റെ ഡെഫിനിഷൻ ആണോ മനസ്സിലായ? 12 മണിക്കൂർ എടുത്ത് പ്രിന്റ. കൂടുതൽ ഇനി മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങണം. ഓ ഇത് നീ കട്ട് ചെയ്തിടാ. ഇന്നലെ
ചാനലൊക്കെ അടിപൊളിയായിട്ട് പോട്ടറ. ഇവരത് വ്ളോഗാക്കി ഇട്ടല്ലേ എല്ലാം നമ്മുടെ പിള്ളേരല്ലേ. അവിടെ വെച്ചൊന്നും പോവാണ്. വന്ന് വെറുതെ ആയില്ല. സ്ഥലം എവിടെ ഇത്? അമൽ ജ്യോതിയിലെ പിള്ളേരാ. കാണാം നമുക്ക് ഇതിലൊക്കെ പരിപാടിക്ക്. ഇതെന്താ മുനീറെ കണ്ണ് ചിമ്മേ. ആദ്യമായൻ ആർദ്രഹൃദയം ആരെയോ തിരയുന്നു കർണികാരൻ. ബാക്കിയില്ലേ? അത്രേ ഉള്ളൂ. ദൈവമേ മേലത്തെ വീഡിയോ സ്കിപ്പായി പോണേ. ഈശ്വരാ PC ഓഫായി പോണേ. കറണ്ട് പോണേ. എന്റെ കറണ്ട് പോണേ. നെറ്റ് പോണേ. യു ആർ പ്ലേയിങ് വിത്ത് ദ ബോയ്സ് ആഫ്റ്റർ സ്കൂൾ. The map we are choosing. The one who used this who find himself these guns whenever he is. Always get himself killed using. സത്യം. ഇത് എപ്പ വെടി വെച്ചാലും വായിൽ നിന്ന് പൊട്ടുന്നത്. ഓൾവേസ് പ്രൈം വിത്ത് ദിസ് കോംബോ. സത്യമല്ലേ? ഇവ ഇത് എന്തിനു OP സാധനം. സത്യം പറയല ഗൈസ്. സത്യം പറഞ്ഞ എന്തായിരുന്നു പറയാൻ വന്നേ? അല്ലല്ല, ഇത് വൈകുന്നേരം ഉണ്ടല്ലോടാ നാട്ടിലെ പിള്ളേരുടെ ഒക്കെ കൂടെ പോയി ഈ ഇരുന്ന് കളിക്കുന്ന ഒരു മൂഡ് സത്യം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. പബ്ജിക്ക് പോലും അത്രയും ഒരു ഇത് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ നേരെ ഒരിടത്ത് ഇരുന്ന് കലിങ്ങിന്റെ അവിടെ വായനശാലയിലൊക്കെ ഇരുന്ന് കളിച്ചതിന്റെ അത്രയും ഇതും. പിന്നെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസാ. ഇതും ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇത് രണ്ടും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്, പറയാതിരിക്കാൻ വയ്യ. വാസണ ഇതൊന്ന് ഫുൾ നോക്കോ, അണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ എന്നൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ഈഗളിനെ റിയാക്ട് ചെയ്ത് അത് ഫുള്ളായിട്ടുള്ള പോർഷൻ എൻ്റെ കിട്ടിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചന്ദ്രൻ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്നൊന്ന് നമുക്കൊന്ന് ആ പോർഷൻ അണ്ണനൊരു ഫോട്ടോ കട്ട് ചെയ്ത്. എന്താടാ അണ്ണന്റെ ഫോട്ടോ ആണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നേ. അത് വേറെ. ഓക്കെ ഏത് ഏതാ ഗൂഗിള് അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ, എടാ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല. അവനക്ക് ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നെ വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നെ വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചടാ. നിനക്ക് ഫേമസ് ആവണല്ലേ പുണ്ടച്ചി. പരാതി അച്ഛനൂക്കി. എടാ നായേ, നിനക്ക് എന്താ അധികാരം? എടാ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചോ? എടാ എല്ലാവർക്കും പേരുണ്ട്. ഈഗിൾ, ഗൂഗിൾ, ശരത്ത്, ഗ്രാമർ, ഡ്രീമർ, കുട്ടിക്കുറങ്ങൻ. എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. വിജയണ്ണന്റെ ഫാൻസ് അവിടെ എടാ നായേ, നിനക്ക് എന്താ അധികാരം എന്നെ തെറി പറയാൻ? ഇതേട്ടൻ വിജയണ്ണന്റെ ഫാൻസ് നിന്നെ അവിടെ വന്നടിക്കും. ഞാൻ ആരാ അറിയാലോ? കേരളത്തിന്റെ ദത്തുപുത്രനാ ചന്ദ്ര. അത് ഓർത്തിട്ട് നീ കളിച്ചോ. നീ കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. എന്റെ ആർമി ഇറങ്ങിക്കഴിഞ്ഞാല് നീ ഓടും. നീ എവിടെയുള്ള അവിടുന്ന് ഓടും. ഓക്കെ? പിന്നെ എന്റെ അമ്മ റേജ് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അവൻ അറിയാം ആരും ഒന്നും ചെയ്യാൻ പോണെന്ന്. എന്റെ അമ്മ പറയാനില്ല.
ഇത് കുറച്ച് മുന്നുള്ള സംഗതിയാണ്, ഇത് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ എന്റെ ഒരു പ്രതികരണം, ഇന്നെ അങ്ങോട്ട് ചൊറിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടൂല ആരായാലും. അപ്പൊ എനിക്ക് പറയുന്നത് ചന്ദ്ര തരത്ത് കളിക്കണം. ഇന്ന് തൊട്ട് നമ്മൾ ലൈവ് ആണെന്ന് എല്ലാരും മിഥുനെണ്ണ ഫാൻസ് ആണ്, ഞാനടക്കം. ഓക്കെ, വേറൊന്നും പറയരുത്. പിന്നെ ഈഗിളിന്റെ വീഡിയോ ഉടൻ വരും, അതെല്ലാം പ്രേക്ഷകരും ആയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പം എന്തായാലും അതില് ചന്ദ്രൻ എന്തോ ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചന്ദ്രന് അതില് ഞാൻ ബാക്കി തരണ്ട്. എന്തായാലും അവിടെ കട്ടെ ഈഗിളിന്റെ സൂൺ. അടാ ഞാനല്ല ചന്ദ്രനാണ്ടാ ഇതെല്ലാം. അവിടെ ചന്ദ്രന് കൊടുത്താൽ മതി എല്ലാം, എനിക്ക് വേണ്ട മിഥുനേട്ടാ. ഇവിടെ ഓരോ തവണ മീശ പിടിക്കുമ്പോ പിരിക്കുമ്പോ ഓരോരോ പൂട പൊടിയോ. അടുത്ത നിരക്കാണ്, അടുത്ത നിരക്കാണ്. നമ്മളൊന്നല്ലേ നാളെ ബോബോയ്ക്ക് ഇതാ പരിപാടി. ശരിയല്ലേ ബോബോയെ ഈ സൈഡ് ഇങ്ങനെ പോയി ബോബോയെ പോലെ ഇരിക്കണ്. ഒരു പെണ്ണിനെ സ്കോഡ് കയറ്റിയാലോ കഴിച്ചു? എന്ത് പറയുന്നു? നന്നി ഇവിടെ കയറ്റിയാലോ കഴിച്ചു? നന്നീനെ കയറ്റിയാലോ? നന്നീനെ 5 minutes later. റീകോൺ 80% പങ്കുണ്ട്. നിങ്ങൾ ഒന്ന് പാടി പിന്നെ കളിക്കാനുള്ള കുഞ്ഞിനെ നോക്കാനുള്ള കോടി വന്നാൽ വേണമെന്ന്. നിനക്കൊരു പണിയുണ്ട്, കുഞ്ഞിനെ നോക്കുക, മനസ്സിലായ? എസ്എണ് നിന്റെ എസ്എനോട് ശരിക്കും നല്ല കേട്ടണ്ട. എന്തൊരു പാവല്ലേ എസ് എന്ന് പറഞ്ഞ ഒരു കണ്ണ ഒരു പെണ്ണിനെ ടി വി കേട്ടാ ചാറ്റിൽ കിടപ്പുണ്ട്, വേറോട്ട് പോയി നോക്കാൻ പറ്റും. അയ്യോ